എന്ത് ട്രൈ ചെയ്തിട്ടും നരച്ച മുടി കറുപ്പിക്കാനേ പറ്റുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ ചേച്ചിമാരോ ഏട്ടന്മാരോ ആരെങ്കിലും കെമിക്കലായിട്ടുള്ള ഡൈ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ ഒരു ഹോം റെമഡി മാസത്തിൽ 2 തവണ വെച്ച് ഒരു 4-5 തവണ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ നരച്ച മുടി പതിയെ പതിയെ ബ്ലാക്ക് ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ മുടി നല്ല ഷൈനിങ്ങോട് കൂടിയിട്ട് നല്ല പളപളാന്ന് മിന്നുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ റൂട്ട്സ് മുതൽ തന്നെ നമ്മുടെ മുടി നല്ലപോലെ സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് വളരാനും ഇത് നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും കേട്ടോ. കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എല്ലാവരും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രോങ് റെമഡിയാണ്. അതേപോലെ തന്നെ ചെമ്പട്ട മുടി ഉണ്ടല്ലോ, നമ്മുടെ ബ്രൗൺ കളർ മുടി, അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. നിങ്ങളുടെ മുടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് മാറാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഇത് സഹായിക്കും. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമുക്ക് അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ബീട്രൂട്ട് വേണം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് മതി. അപ്പം ഞാനിപ്പോൾ ബീട്രൂട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഷൈനിങ്, ഒരു തിളക്കം തരാനും നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു നേച്ചുറലായിട്ടുള്ള കളറ് നല്ലതുപോലെ കൂട്ടിയെടുക്കാനും, റെഡ് അല്ല കേട്ടോ, ബ്ലാക്ക് കളറ് നല്ലപോലെ കൂട്ടിയെടുക്കാനും നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് മാറാനും ഒക്കെ ബീട്രൂട്ട് വളരെ നല്ലതാണ്. ബീട്രൂട്ട് യൂസ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം തേയിലപ്പൊടിയാണ്, ചായപ്പൊടി. ചായപ്പൊടിയെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം മുടി വളരാനും മുടി കൊഴിച്ചിലും മാറാനും മുടിക്ക് നല്ലൊരു കറുപ്പ് കളർ തരാനും വേണ്ടിയിട്ട് നമ്മുടെ തേയിലപ്പൊടിയേക്കാളും ഇനിയൊരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത്രമാത്രം സ്ട്രോങ് ആണ്, അത്രമാത്രം എഫക്റ്റീവും ആണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ചും തേയിലപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 1.5 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ച് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് കാണാൻ വേണ്ടി പറ്റും. നല്ലൊരു റെഡ് കളറായിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെയും നമ്മുടെ തേയിലപ്പൊടിയുടെയും ഒക്കെ കളറ് ഇപ്പോൾ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരെ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ ഇനിയുമേ നമുക്ക് നല്ലൊരു കളറ് നമ്മുടെ വെള്ളത്തിന് കിട്ടും കേട്ടോ. നമ്മുടെ തേയിലപ്പൊടിയുടെയും ബീട്രൂട്ടിൻ്റെയും ഗുണങ്ങളൊക്കെ തന്നെ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് വെള്ളം നല്ലൊരു ഡാർക്ക്, നല്ലൊരു കടും കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അരിച്ചെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മൈലാഞ്ചി പൊടിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചിയുടെ ഇല ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു കൈപ്പിടി നിറച്ചും എടുത്താൽ മതി. എനിക്കിപ്പോൾ ഇലയായിട്ട് കിട്ടാത്തത് കൊണ്ട് നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് ഞാൻ നമ്മുടെ മൈലാഞ്ചി പൊടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മൈലാഞ്ചി പൊടി ആയതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇലയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി നിറച്ചും മൈലാഞ്ചിയുടെ ഇല എടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ നീലിയമരി പൊടിയും കൂടെ വേണം. ഇൻഡിഗോ പൗഡർ ഉണ്ടല്ലോ, അതും നിങ്ങൾക്ക് ഇലയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി നിറച്ചും എടുത്താൽ മതി. എനിക്കിതിപ്പോൾ രണ്ടും കിട്ടാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ പൗഡറായിട്ട് ഉപയോഗിക്കണത് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ നീലിയമരിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇലയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇല ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ നല്ല മഷി മാതിരി അരച്ചെടുത്താൽ മതി. അതാണ് കേട്ടോ ഒന്നും കൂടി നല്ലത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനിങ്ങനെ നല്ല പൗഡർ ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് നമ്മൾ അടച്ച് വെക്കണം ഒരു അരമണിക്കൂർ നേരം നമ്മൾ അടച്ച് വെക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിടിക്കത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ നല്ലപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. മേലാകെ ഫുള്ളായിട്ട് തന്നെ ബ്ലാക്ക് കളർ കണ്ടോ. ഈ ഒരു ബ്ലാക്ക് കളറാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കെമിക്കലായിട്ടുള്ള ഡൈ ഒന്നും അമ്മ യൂസ് ചെയ്യാറേ ഇല്ല. അമ്മ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയ സമയത്ത് അമ്മയ്ക്ക് ഫുള്ളായിട്ട് തന്നെ അലർജി വരാൻ തുടങ്ങി. അതേപോലെ തന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നരച്ചിട്ടുമില്ല. കെമിക്കൽ ഡൈ യൂസ് ചെയ്തപ്പോഴുണ്ടല്ലോ കറുത്ത മുടി പോലും വെളുത്തൊരവസ്ഥ അമ്മയ്ക്ക് വന്നു. അപ്പോൾ അമ്മ അത് പിന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാക്ക് തന്നെയാണ് അമ്മ യൂസ് ചെയ്യണത്, മാസത്തിൽ 2 തവണ കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് ഞാനും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പാക്കാണ് ഇത്. നരച്ച മുടി വരാതിരിക്കാനും നരച്ചവർക്ക് മുടി കറുപ്പിക്കാനും അതേപോലെ തന്നെ ചെമ്പട്ട കളറുള്ള മുടിയാണ് എനിക്ക് ബ്ലാക്ക് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലുപരി മുടി നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഷൈനിങ് ആയിട്ട് പളപളാന്ന് വളരണം എന്നുണ്ടെങ്കിലും
ഈ ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡി നിങ്ങൾ മാസത്തിൽ ഒരു 2 തവണ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മുടി നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമ്മൾ ഷാമ്പു ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മുടിയിൽ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വെറുതെ പച്ചവെള്ളത്തിൽ തന്നെ മുടി കഴുകി എടുക്കുന്ന സമയത്ത് മുടി ഉണങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ എൻ്റെ മുടിയുടെ ലുക്ക് തന്നെ മാറിയിട്ടോ. അത്രമാത്രം ഷൈനിങ്ങും ഇങ്ങനെ തിളങ്ങുക പളവളാന്ന് മിന്നണത് പോലെയാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അത്രയും നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഒരു പാർലറിൽ പോയിട്ട് വന്ന ഒരു എഫക്റ്റാണ്. അത് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്, ഇത് ഒരു ട്രീറ്റ്മെൻറ്റും അല്ല, ഫുൾ നേച്ചുറലാണ്. ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് കൊതിയാവുകയാണ് കേട്ടോ. മുടി കെട്ടി വെക്കാനേ തോന്നണില്ല. അത്രയും ഭംഗിയായിട്ട് ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് എനിക്ക് നീളം കൂടിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ചെറിയൊരു വളവുള്ള മുടിയാണല്ലോ. ഇങ്ങനത്തെ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഫുള്ളായിട്ട് സ്ട്രൈറ്റൻ ആയതുപോലെ തോന്നും. സ്ട്രൈറ്റൻ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിക്ക് ലെങ്ത്ത് വെച്ചതുപോലെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് മുടി വളർന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും സൂപ്പറാണ്. റിസൾട്ട് അമേസിങ് ആണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹെയർ കെയർ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ.